അങ്ങനെ ഫൈനലി നമ്മൾ വീണ്ടും ഒത്തൊരുമിച്ചിരിക്കുകയാണ്, ഒത്തുകൂടിയിരിക്കുകയാണ്. അതെ, നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ മത്സരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ത്യ ജയിക്കുന്നൊരവസ്ഥയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ജയിച്ചിട്ടുണ്ടായിരുന്നു. വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് അതിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു SSV ടെക് വ്ലോഗ് ചാനൽ. 1 ബില്യൺ ഹൃദയമിടിപ്പുകൾ, ഒരേയൊരു ഇന്ത്യ, കൊച്ചിയിൽ ആവേശം നിറച്ച് മഞ്ഞപ്പടയുടെ മാസ് ടിഫോ. അതെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്കറിയാം ഇന്ത്യയുടെ മത്സരമായിരുന്നു, നമ്മുടെ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് എന്തെന്ന് വെച്ചാൽ, ഇന്ത്യ ജയിച്ചില്ലോ. ഇന്ത്യ ജയിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഏറ്റവും നല്ല ഇന്ത്യയിൽ ജയിച്ച് സന്തോഷം തോന്നിയത്, നമുക്കറിയാം വില്യംസ് ഇന്ത്യൻ പൗരത്വമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലിലൂടെ ഒരു ഗോൾ പിറക്കുന്നൊരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, വില്യംസ് ഒരു കാര്യം, അതായത് ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം വില്യംസ് ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു: അന്ന് എതിരാളി, ഇന്ന് സ്വന്തം. അതായത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് എതിരെ അദ്ദേഹം വരുമ്പോൾ കൊച്ചി സ്റ്റേഡിയം എന്ന് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനൊരു പേടിയായിരുന്നു. അദ്ദേഹത്തിനൊരു എതിരാളിയായിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ സ്വന്തക്കാരാണ് എന്നും കൂടി വില്യംസ് പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇന്ത്യയുടെ മത്സരം കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയതെന്ന് വെച്ചാൽ, കളിക്കിടെ ഫാൻസുകാർ ഒരു ടിഫ് ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ബാനർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഇന്ത്യൻ ജേഴ്സിയും പിടിച്ചിരിക്കുന്ന ഒരു ടിഫും. സത്യം പറഞ്ഞാൽ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്ന നിലയിൽ അത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കടന്നു പോകുന്നത്. എന്നിട്ട് പോലും ആ ടിഫയിൽ ആ മഞ്ഞ ജേഴ്സി കൊടുക്കാൻ കാണിച്ച ആ മനസ്സ് ആരാധകരോട് വളരെയധികം സന്തോഷം തോന്നുന്നതാണ്. പിന്നെ നമുക്കെല്ലാവർക്കും ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെയാണ്, നമ്മൾ ജയിക്കുക ചെയ്യുക. അതായത് ഇന്ത്യയുടെ ഒരു മത്സരം വന്നാൽ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യയുടെ മത്സരം കാണാൻ ഒരാളും പോലും വരില്ല, കാരണം ഇന്ത്യയുടെ മത്സരം കാണാൻ ആരും വരില്ല എന്ന സ്ഥാനത്ത് ഇന്ത്യയുടെ മത്സരം കാണാൻ കുറേ പേരായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം തോന്നുകയാണ്. മാത്രമല്ല, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ കുറേ രാജ്യക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യലുണ്ട്. അതായത് വേൾഡ് കപ്പൊക്കെ വരുമ്പോൾ നമ്മൾ കുറേ രാജ്യക്കാരെ സപ്പോർട്ട് ചെയ്യലുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ലയണൽ മെസ്സിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അർജൻറ്റീനയെ സപ്പോർട്ട് ചെയ്യലുണ്ട്, ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യലുണ്ട്, പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്യലുണ്ട്, സ്പെയിനിനെ സപ്പോർട്ട് ചെയ്യലുണ്ട്, ഫ്രാൻസിനൊക്കെ സപ്പോർട്ട് ചെയ്യലുണ്ട്. പക്ഷേ നമ്മളെ ഈ വേൾഡ് കപ്പിൽ ഇന്ത്യ അഥവാ ക്വാളിഫൈഡ് ആയത്, അതായത് അടുത്ത വേൾഡ് കപ്പിൽ ഇന്ത്യ ക്വാളിഫൈഡ് ആവുകയാണെങ്കിലോ നമ്മൾ തീർച്ചയായിട്ടും ഇന്ത്യയായിരിക്കും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്ത്യ ഇപ്പോൾ ഫസ്റ്റ് കളി തോറ്റാൽ പോലും, അതായത് ക്വാളിഫൈ ചെയ്തിട്ട് ഫസ്റ്റ് കളി തോറ്റാൽ പോലും നമ്മൾ ആ ഇന്ത്യക്ക് വേണ്ടി ആർത്ത് വിളിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയായിരുന്നു ഈ കൊച്ചി സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെ മത്സരം നടന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും വളരെയധികം സന്തോഷം തോന്നി. ഇതിനോടുള്ള നിങ്ങളെ മറുപടിയും താരങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് അറിയിക്കുക. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.